ഹായ് ഫ്രണ്ട്സ്, മന്ദാര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പയറിൻ്റെയും വെണ്ടേൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഇതാ വളർന്ന് ഇതുവരെ ആയിട്ടുണ്ട്. നമ്മൾ അന്ന് വളം ചെയ്തതിന് ശേഷം പിന്നെ വളം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവർക്കൊക്കെ കുറച്ച് വളം ചെയ്ത് കൊടുക്കാം. നമ്മുടെ പയറിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്നും മണ്ണ് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ പച്ചമുളകിനൊക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. ചാരമാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ചാരം, പയറ്, വെണ്ട, അതുപോലെ തന്നെ പച്ചമുളക്, വഴുതന, ഇതിനൊക്കെ നല്ല മത്തൻ, കുമ്പളം, ഇതിനൊക്കെ നല്ല ഒരു വളമാണ്. അപ്പോൾ ആദ്യം തന്നെ ചാരം ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചാണകപ്പൊടി. ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല, നമ്മളെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ കിച്ചൺ കമ്പോസ്റ്റോ നിങ്ങളെ കയ്യിൽ ഏത് ജൈവവളമാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ആട്ടിൻകാഷ്ടം, കരിയില കമ്പോസ്റ്റ്, കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇന്ന വളം ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന കനകമേല്, അതുപോലെ സൂപ്പർ മീൽ എന്ന് പറയുന്ന ഒരു വളമുണ്ട്. അങ്ങനെ ഏത് വളമാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ വളം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്. ഓരോ തവണയും ഇടുമ്പോൾ അതിൻ്റെ ഒരു മാക്സിമം അളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചെടികൾക്ക്, നമ്മൾ ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്ന സമയത്ത് ചെടികൾ അവർക്ക് സ്പേസ് കുറവല്ലേ, വേരോടി പോകാൻ. അപ്പോൾ അതിൽ വളം കൂടുതലാകുമ്പോൾ അവരുടെ വേര് ചീഞ്ഞു പോകാനും ചെടിക്ക് വാട്ടം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളം ഇട്ട് കൊടുക്കുന്ന സമയത്തും വളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഈ മഞ്ഞളിപ്പ് രോഗത്തിന് ഇലയൊക്കെ ഈ ചെടിയിൽ കാണുന്നുണ്ടല്ലോ, നല്ല മഞ്ഞളിച്ചാണ് നിൽക്കുന്നത്. ആ മഞ്ഞളിപ്പ് രോഗത്തിന് കുമ്മായം കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ 1-2 സ്പൂണ് കുമ്മായം നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന പോലെ മണ്ണിളക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താലും മതി. അതിന് നല്ല മാറ്റം ഉണ്ടാവും. ചാരം ഇട്ട് കൊടുത്താലും നന്നാവും. ചാരം പയറിന് ഏറ്റവും നല്ലൊരു വളമാണ്. ഞാൻ അടുപ്പ് കത്തിച്ച ചാരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏത് തരം ചാരമായാലും കുഴപ്പമില്ല. അടുപ്പ് കത്തിച്ച, വിറക് കത്തിച്ച ചാരമാകുമ്പോൾ കൂടുതൽ നന്നാവും. പിന്നെ നമ്മൾ എല്ലാ തവണയും വളം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ ഏത് ചെടികൾക്കും വളം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. എന്നാലേ സൂര്യപ്രകാശം, വെയിലുള്ള സമയത്ത് സൂര്യപ്രകാശവും അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് മഴയും നേരിട്ട് ഈ ചെടീൻ്റെ മുരട്ടിലേക്ക് തട്ടാതിരിക്കുകയുള്ളൂ. അതുപോലെ വളത്തിനും, ഇട്ട് കൊടുത്ത വളത്തിനും മണ്ണിൽ ലയിച്ച് ചേരുന്നതിനൊക്കെ ഈ മണ്ണിട്ട് കൊടുക്കുമ്പോൾ നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ പയർ ചെടികൾക്കും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് മുളക് ചെടിക്ക് ഞാനൊരു ജൈവ കീടനാശിനി കാണിച്ചില്ലേ, നിംബിസിഡിൻ എന്ന് പറയുന്ന ആ മരുന്നാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പയറിൽ ഇത്ര പ്രായമായപ്പോഴേക്ക് തന്നെ നമ്മുടെ മുഞ്ഞയുടെ ആക്രമണം വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. ആഴ്ചയിൽ 2 തവണയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു 3 ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇലയുടെ അടിയിലും മുകൾ വശത്തും ആയിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ അന്ന് പയറിൻ്റെ കൂടെ തന്നെ നമ്മൾ വെണ്ട വിത്ത് നട്ടിരുന്നല്ലോ, ആ വെണ്ട വിത്തുകളൊക്കെ ഇതായിപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അതിൽ നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിരുന്ന പുല്ലാണ് ഇപ്പോൾ ഈ മുളച്ച് മുകളിലേക്ക് വന്നിട്ടുള്ളത്. മണ്ണ് കുറവായത് കൊണ്ടാണ്, അല്ലെങ്കിൽ പുല്ല് ഇങ്ങനെ മുകളിലേക്ക് വരില്ല. അത് കുഴപ്പമില്ല, നമുക്ക്
അത് അതിൻ്റെ വേര് മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്താലും മതി. പിന്നീട് മണ്ണിടുമ്പോൾ അതങ്ങനെ പൊയ്ക്കോളും, പിന്നെ അത് മുളച്ച് പൊങ്ങി വരത്തില്ല. അങ്ങനെ ഈ മരുന്ന് കീടനാശിനി വെണ്ടയിലും അടിച്ചു കൊടുക്കുകയാണ്. വെണ്ടയിൽ അന്ന് കുറച്ച് വിത്തുകൾ ചീഞ്ഞു പോയിരുന്നു. അവിടെ ഞാൻ രണ്ടാമത് വിത്തിട്ട് അവരും മുളച്ച് വന്നിട്ടുണ്ട്. അവരാണ് 2 പ്രായമായിട്ടുള്ള ആളുകൾ. പിന്നെ വെണ്ടയിൽ ഇതാ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ പുഴുവിൻ്റെ ശല്യമുണ്ട്. ഇലതീനിപ്പുഴുവാണ്. ഇലതീനിപ്പുഴു വെണ്ടയുടെ ഇലയുടെ അടിഭാഗത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ തളിരിലകളിലും ഉണ്ടാവും. അപ്പോൾ മരുന്ന് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊക്കെ നോക്കിയിട്ട് അവരെയൊക്കെ പിടിച്ച് കളഞ്ഞ് അവിടെയൊക്കെ നന്നായിട്ട് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ വെണ്ടയ്ക്കും അന്ന് നട്ടതിന് ശേഷം വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മണ്ണ് തറഞ്ഞു പോയിട്ടുണ്ട്. അത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്, കരിയിലൊന്നും ഇട്ട് കൊടുക്കാത്ത കാരണം. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് ചാരം മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ വെണ്ടയ്ക്ക്. കാരണം ഇവരൊക്കെ കുഞ്ഞുങ്ങളാണ്, തണ്ടൊന്നും ബലം വെച്ച് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണ് തന്നെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അല്ലാതെ വേറെ മണ്ണൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അവരൊന്ന് വളർന്ന് വരട്ടെ, എന്നിട്ട് അടുത്ത വളം ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവരിങ്ങനെ നിൽക്കട്ടെ. ഇതൊക്കെ കുഞ്ഞാണ്, ആകെ 2 പ്രായമായിട്ടുള്ളൂ. അപ്പോൾ വളം ചെയ്ത സമയത്ത് എല്ലാവർക്കും ഒന്ന് ഇട്ട് കൊടുക്കുന്നു. ചാരം മാത്രമായതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും ചാരമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. കരിയില ചാക്കിലാണ് ഞാൻ കെട്ടി വെച്ചിരുന്നത്. കഴിഞ്ഞ വേനൽ സമയത്ത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ കുറച്ചൊക്കെ മഴ കൊണ്ട് നനഞ്ഞിട്ടുണ്ട് കരിയിലൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഇവർക്ക് ഒരു നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നൊക്കെ സംരക്ഷിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പയറിനൊക്കെ കരിയില ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാക്കിയുള്ളത് നമ്മുടെ വെണ്ടയ്ക്കും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് വേറെ വളം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മണ്ണ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ മണ്ണ് അതിൻ്റെ മുരട്ട് കുറച്ചേ ഉള്ളൂ. കാരണം മഴ പെയ്യുന്ന സമയത്തും നല്ല ശക്തമായ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ വെണ്ട ചാഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇവരൊന്ന് വളരണ വരെ ഇത്ര മണ്ണ് മതി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിൽ പയറിന് ഞാനൊരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് പടർന്ന് കയറാൻ വേണ്ടി. അടിയിൽ കല്ല് കെട്ടിയിട്ട് ആ വള്ളിയെ മുകളിലോട്ട് അവിടെ 2 സൈഡിലും ഇതുപോലെ ഒരു പാത്രത്തിൽ, ചട്ടിക്ക് പകരം വാങ്ങിയ ചിലർ കന്നാസാണ്, അത് മുറിച്ചിട്ട് അതിൽ കമ്പി കുത്തിയിട്ട് മണ്ണ് നിറച്ച് കമ്പി കുത്തിയിട്ട് അതിലാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും ഓണത്തിന് പയറും വെണ്ടയും പച്ചമുളകും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. നമുക്ക് അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിലൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.